35 വർഷത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണാൻ കഴിഞ്ഞത് തന്നെയാണ് വളരെ സന്തോഷമുണ്ട്. ഞാൻ മമ്മൂക്ക ഫാനായിരുന്നു ആ സമയം തൊട്ട്, ഡൈ ഹാർഡ് ഫാനാണ്. അപ്പൊ പിന്നെ ഇത്രയും ക്ലാസിക് പടങ്ങൾ ഒക്കെ കണ്ട ഓർമ്മയൊക്കെ ഇപ്പോഴും. നന്നായിരുന്നു. പഴയതിനേക്കാളും നല്ലതായിട്ട് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നല്ല അവരെ അഭിനയ പ്രകടനം എല്ലാം നന്നായിട്ട് കാണും. എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കും. വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോൾ സൂപ്പർ പടം. കാരണം 35 വർഷത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണാൻ കഴിഞ്ഞത് തന്നെയാണ് വളരെ സന്തോഷമുണ്ട്. സൂപ്പർ പടം. കണ്ടിരുന്നു. അപ്പൊ ഇതിൽ നോക്കിയപ്പോഴത്തെ എന്താ വ്യത്യാസം തോന്നിയത്? സൗണ്ടൊക്കെ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അന്നും എനിക്കിഷ്ടമാണ് ഈ പടം. മലയാളത്തിന്റെ ഒരു ക്ലാസിക് അല്ലേ, ഇതിനെപ്പറ്റി ഇപ്പൊ എന്ത് പറയാൻ? മുന്നേ കണ്ടിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇറങ്ങിയ സമയത്തിന് അതിനുള്ള ഏജുള്ള ആളാണ് ഞാൻ. ഡിഫറൻസ് എങ്ങനെയുണ്ട് അന്ന് കണ്ടത് കുറച്ചുകൂടെ യങ് ഏജിലാണ്, വളരെ ചെറുപ്പത്തിലാണ്. ഇപ്പോ കാണുമ്പോ നല്ല പുതിയൊരു. ഞാൻ മമ്മൂക്ക ഫാനായിരുന്നു ആ സമയം തൊട്ട്, ഡൈ ഹാർഡ് ഫാനാണ്. അപ്പൊ പിന്നെ ഇത്രയും ക്ലാസിക് പടങ്ങൾ ഒക്കെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട് ഇപ്പോഴും. അല്ലല്ല, ആയിരിക്കില്ല, ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. കഴക്കൂട്ടം മഹാദേവ തിയേറ്റർ എന്നാണ് കണ്ടത്, എനിക്ക് ഓർമ്മയുണ്ട്. 10-12 വയസ്സൊക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ല ഡിഫറൻസ് അല്ലേ. പിന്നെ തീർച്ചയായിട്ടും 4K പിന്നെ പുതിയ ഈ ടെക്നോളജി ഒക്കെ കൂടെ യൂസ് ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ തീർച്ചയായിട്ടും നമുക്കിടെ എല്ലാ പടങ്ങളും നമ്മൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് പടത്തിലെ ഡയലോഗും കാര്യവും എമോഷനും അല്ലേ, നമുക്ക് ഭയങ്കര കാണാപ്പാടമല്ലേ. ഒന്നും ഇല്ലാത്ത കാലമല്ലേ. അന്നത്തെ കാലത്ത് കാണുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകതയും ഇപ്പോഴും കാണുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇല്ല. ഞാനിപ്പോ ഈ റീ റിലീസ് വന്ന സിനിമകളിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയാണ്. ഇല്ല, അതിന് വേറെ ഒരു ഒന്നും കണ്ടില്ല. അതൊക്കെ ഞാൻ തിയേറ്ററിൽ ആ റിലീസ് സമയത്ത് കണ്ടതാണ്. അല്ല, ഇത് കുറച്ചൊരു പഴയതല്ലേ, 87-ലും മറ്റോ റിലീസ്, 89. അടിപൊളിയായിരുന്നു. അതിന്റെ റീമാസ്റ്ററിംഗ് വർക്കും സംഭവങ്ങളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പോരായ്മകളുണ്ട്. റീമാസ്റ്ററിംഗ് അത്രയും പഴയ പടമാണ്, ബാക്കിയെല്ലാം അടിപൊളി. സൗണ്ട് അടിപൊളിയായിരുന്നു. മ്യൂസിക് എല്ലാം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മുഴുവനായിരുന്നു. ഗംഭീരമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ശബ്ദമൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, കൊള്ളാം, ഗംഭീരം. വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോഴേ നല്ല സിനിമ. മുമ്പ് തിയേറ്ററിൽ കണ്ടതാണ്? മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്നത് നല്ലതായി. എങ്ങനെയുണ്ട് വിഷ്വലും സൗണ്ടും ഒക്കെ? നല്ല എഫക്റ്റ് ആണ്, നന്നായിട്ട്. എക്സ്പീരിയൻസ് ഇറങ്ങിയ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടു. എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു? ഒരുപാടൊക്കെ ഇന്നിരുന്നപ്പോ കണ്ട് മനസ്സിലാക്കണത് കൂടുതൽ കുറച്ചുകൂടെ അല്ലേ മനസ്സിലാക്കുന്നത്. കൊള്ളാം, നല്ല സിനിമ. എന്നെങ്ങനെ കൂട്ടുകാരോടൊപ്പം ആയിരുന്നു അതോ? അല്ല, ഞാൻ ഒറ്റയ്ക്ക്. മമ്മൂട്ടി ഭയങ്കര ഇഷ്ടമായിട്ടാണോ? പിന്നെ കണ്ടപ്പോ എങ്ങനെ തോന്നി? ആ ഒരു ക്വാളിറ്റി വൈസ് ഒക്കെ 4K ആക്കിയിട്ടുണ്ട്. സൗണ്ട് ഒക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, 4K അതിൻ്റെതായ ഒരു ഇത് വന്നിട്ടുണ്ട്. മാക്സിമം അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ ചെറിയൊരു ക്ലാരിറ്റി കുറയുന്നുണ്ട്. കൊള്ളാം, ബെറ്റർ, നല്ല. മമ്മൂട്ടിയുടെ പെർഫോമൻസ് പറയണ്ടല്ലോ. ഹാപ്പിയാണ്. കാണുന്നത്? അല്ലല്ല, നേരത്തെ തിയേറ്ററിലാണോ കണ്ടിട്ടുള്ളത്? അല്ല, ടിവിയിലൊക്കെ. എങ്ങനെയുണ്ട് തിയേറ്ററിൽ ഇത്രയും ക്വാളിറ്റി സൗണ്ട് ഇതൊക്കെ വന്നപ്പോ? കാണാൻ നല്ല രസം.